മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ബബിതയുടെ മുഖത്ത് നോക്കി അലീന ഈ വീട്ടിൽ ഒരന്യയല്ല, അവൾ വേലക്കാരിയല്ല, വെച്ചു വിളമ്പാൻ മാത്രം വന്നവളല്ല, അവൾ ഈ വീട്ടിലെ അവിഭാജ്യ ഘടകമാണ്, അവൾ ഈ വീട്ടിലെ അംഗമാണ്. അതുകൊണ്ട് അവൾ പറയുന്നത് അനുസരിക്കുകയും അവളെ സ്നേഹിക്കുകയും അവൾക്കൊപ്പം മുമ്പോട്ട് നീങ്ങുകയും ചെയ്യണം എന്നുള്ള അന്ത്യശാസനം അതൊരിക്കലും ബബിത പ്രതീക്ഷിച്ചിരുന്നില്ല. അഹങ്കാരത്തിന്റെ ആൾരൂപമായി അലീനയ്ക്കെതിരെ അമ്മയേക്കാൾ അതിശക്തമായി ആഞ്ഞടിക്കുവാൻ തയ്യാറെടുത്ത് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് ബാലചന്ദ്രമേനോന്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ വീഴുന്നത്. അക്ഷരാർത്ഥത്തിൽ മുഖത്തടിയേറ്റതുപോലെ സ്തബ്ധയായി പോയി ബബിത. ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കുകളും തിരമാലകൾ കണക്കെ ബബിതയുടെ ഉള്ളിലേക്ക് ആഞ്ഞാഞ്ഞടിക്കുവാൻ തുടങ്ങി. അതെ, ഈ വീട് തൂത്തു തുടപ്പിക്കുകയും വിഴുപ്പലക്കുകയും എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും ഭക്ഷണമുണ്ടാക്കുകയും ചെയ്യേണ്ട വീട്ടുവേലക്കാരിയല്ല ഇന്നു മുതൽ അലീന. അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കി അവളെ സഹായിക്കുകയും സ്നേഹിക്കുകയും വേണം. അവൾ പറയുന്നത് അനുസരിക്കണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് ആശ്വാസം കിട്ടും. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുവാൻ തൽക്കാലം അതുമാത്രമേ ഉള്ളൂ മുൻപിലൊരു പോംവഴി. ഇല്ല, ഒരിക്കലും അച്ഛൻ പറഞ്ഞതിനെ അംഗീകരിക്കുവാൻ കഴിയില്ല, അത് സമ്മതിക്കുവാനും പറ്റില്ല. അതുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി ബബിത ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി എടുത്തടിച്ചതുപോലെ മറുപടി പറയുകയാണ്. ഈ തീരുമാനം അച്ഛൻ്റെത് മാത്രമാണ്. അത് അച്ഛൻ മാത്രം പറഞ്ഞാൽ പോരാ. അമ്മ അറിഞ്ഞിട്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവളെ ഇവിടുത്തെ ദത്തുപുത്രിയായിട്ട് അമ്മ അംഗീകരിച്ചിട്ടുണ്ടോ? അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ അമ്മാവന്മാരുടെ 3 പേരുടെയും മുഖത്തേക്ക് ഒരു മന്ദസ്മിതത്തോടുകൂടി നോക്കിക്കൊണ്ട് പറയുകയാണ്, അമ്മ അംഗീകരിക്കണം. അമ്മയുടെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ വേണ്ടി വന്ന വക്കീലന്മാരാണ് ഈ 3 പേരും. അമ്മയെക്കൊണ്ട് അവർ സമ്മതിപ്പിച്ചോളും, നമ്മളതിൽ തലയിടാനേ പോകണ്ട. തുടർന്ന് അയാൾ ഗംഗാധരനോടും ശിവശങ്കരനോടും രാജീവിനോടും കൂടി പറയുന്നുണ്ട്, നിങ്ങൾ രോഹിത്തിനും ബബിതയ്ക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ അവരെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് നിങ്ങളുടെ കടമ തീർത്തു എന്നുള്ള മട്ടിൽ കടന്നു കളയരുത്. അവർക്ക് സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ പൂർണ്ണമായും മാറ്റി കൊടുത്തിട്ടേ പോകാവൂ. ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കാണുന്നത് ഹോസ്പിറ്റലിലെ രംഗങ്ങളാണ്. ജയന്തി കട്ടിൽ അങ്ങനെ മലർന്നു കിടക്കുകയാണ്. അരക്കെട്ടിന് താഴെ നിന്ന് തുടങ്ങി പാദങ്ങളുടെ വിരലറ്റം വരെ നീളുന്ന വെളുത്ത് കനത്തരണ്ട വലിയ പൈപ്പുകൾ പോലെ തോന്നിക്കുന്നുണ്ട് ജയന്തിയുടെ പ്ലാസ്റ്റർ ഇട്ട കാലുകൾ. ബബിത ആ പ്ലാസ്റ്ററിന് മീതെ കൈ ഓടിച്ചുകൊണ്ട് അമ്മയുടെ ബെഡിനരികിലിരിക്കുകയാണ്. രോഹിത്തും അമ്മാച്ചന്മാരുമാകട്ടെ ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ ഓപ്പോസിറ്റ് സൈഡിലുമുണ്ട്. AC റൂമാണ്, ടെലിവിഷനുണ്ട്, വേണ്ടത്ര വലിപ്പമുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുണ്ട് ആ മുറിക്ക്. ബാലചന്ദ്രമേനോൻ വൈജയന്തിയെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിരിക്കുകയല്ല. ആ ഹോസ്പിറ്റലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മുറിയും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് ആങ്ങളമാരെ വല്ലാതെ സംതൃപ്തരാക്കിയിട്ടുണ്ട്. ചാരി കിടക്കത്തക്കവണ്ണം ലിഫ്റ്റ് ചെയ്യാവുന്ന കട്ടിലാണ് ജയന്തി കിടക്കുന്നത്. കൂടുതൽ സംസാരിക്കരുത് എന്ന് ഡോക്ടർ വിലക്കിയിട്ടുണ്ടെങ്കിലും ജയന്തി സന്ദർശകരെ കണ്ടാൽ വായി പൂട്ടി വെക്കാറില്ല. പക്ഷേ ഒരു ലിമിറ്റിനപ്പുറം സംസാരിച്ചാൽ വായിലൂടെയും മൂക്കിലൂടെയും ചോര വരും. കാരണം മുഖത്തേറ്റ മുറിവുകൾ അത് പുറമേ മാത്രമല്ല, മൂക്കിലും വായിലുമൊക്കെ മുറിവുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും തൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ തനിക്ക് നൽകുന്ന വേദനയേക്കാൾ വലിയ വേദന തൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒത്തുകൂടി മാക്സിമം പരിശ്രമിച്ചിട്ടും അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ വൈജയന്തി ഇപ്പോൾ പ്രകോപിതയായിരിക്കുകയാണ്. കോപമിരമ്പുന്ന മുഖത്തോടുകൂടി അവർ ചോദിക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് അലീനെ അവിടെ തന്നെ താമസിച്ചോളാൻ നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചത്? ജയന്തി, നീ ഇങ്ങനെ വാശി പിടിക്കുന്നതിൽ എന്താ അർത്ഥം? കുടുംബത്തിൻ്റെ സമാധാനമല്ലേ നമുക്ക് ഏറ്റവും വലുത്? ഇത് ഗംഗാധരമേനോന്റെ ചോദ്യമാണ്. അതിന് മറുപടിയായി ജയന്തി പറയുകയാണ്, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഞാനാണോ വാശി പിടിച്ചത്? ബാലേട്ടൻ എന്തുകൊണ്ട് അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുന്നില്ല? അത് ദുർവാശിയല്ലേ? ഞാനങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ന്യായമായ ഒരു ഉത്തരം പറയാനുണ്ടോ ബാലേട്ടന്? അലീനയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുവാൻ ബാലേട്ടന് മനസ്സില്ല. ഇതാണ് ബാലേട്ടന്റെ ഓരോ നിമിഷത്തെയും തർക്കുത്തരം. പിന്നെ ഭാര്യ പിണങ്ങിപ്പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. ഞാനെന്താ ഭർത്താവിന്റെ അടിമയാണോ? അയാൾ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് എല്ലാ അപമാനങ്ങളും സഹിച്ച് എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി എല്ലാ അനിഷ്ടങ്ങളും അമർത്തിപ്പിടിച്ച് ഒരു ത്യാഗിനിയെ പോലെ കഴിയുവാൻ എനിക്കെന്താ വട്ടുണ്ടോ? എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. അത് അച്ഛനായാലും അമ്മയായാലും ഭർത്താവായാലും മകനായാലും സഹോദരനായാലും. വൈജയന്തി കിതയ്ക്കുവാൻ തുടങ്ങി. ജയന്തിയുടെ ഭാവമാറ്റവും തൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയും വളരെ നന്നായിട്ട് അറിയാവുന്ന ഗംഗാധരമേനോൻ പറയുകയാണ്, ജയന്തി, നീ ക്ഷോഭിക്കാതെ, നീ ഒന്ന് അടങ്ങ്, ഞങ്ങൾ സംസാരിക്കട്ടെ. നീ അതൊക്കെ മൂളി കേട്ടാൽ മാത്രം മതി. കൂടുതലൊന്നും ആരും പറയണ്ട. അലീന എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ ഇല്ലയോ? അവൾ പോകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങിയവളാണ് ഞാൻ. അവൾ താമസിക്കുന്ന വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകണ്ട. അതിൻ്റെ പേരിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടാലും ശരി, മക്കളെ നഷ്ടപ്പെട്ടാലും ശരി, അതിനപ്പുറം എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. വൈജയന്തി കിതയ്ക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് തൻ്റെ മൂക്കിലൂടെ ചോരച്ചാൽ പതിയെ ഒഴുകി താഴേക്ക് ഇറങ്ങുകയാണ്.
ആ സമയത്ത് ഒരു കോട്ടൺ എടുത്തുകൊണ്ട് ബബിത മെല്ലെ ആ ചോര ഒപ്പിയെടുക്കുകയാണ്. കുറച്ചു സമയത്തേക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല. ആ മൗനത്തെ മുറിച്ചുകൊണ്ട് ബബിത സംസാരിച്ചു തുടങ്ങുകയാണ്. അതെ, അച്ഛൻ ഇന്ന് വീട്ടിലൊരു പ്രഖ്യാപനം നടത്തി. അലീന ഇന്നു മുതൽ നമ്മുടെ വീട്ടിലെ അംഗമാണെന്ന്. അച്ഛൻ അവളെ ദത്തെടുത്ത് കഴിഞ്ഞുവെന്ന്. അച്ഛൻ ഇന്നു മുതൽ 3 പെമ്മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തവളാണ് അലീന. ഞങ്ങളെല്ലാം അവളെ ചേച്ചി എന്ന് വിളിച്ചു കൊള്ളണം. അവൾ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ചു കൊള്ളണം. ഇതൊന്നും കൂടാതെ വീട്ടിലെ പണികളിൽ അവളെ സഹായിക്കുകയും സ്നേഹിക്കുകയും വേണം. അമ്മയുടെയും 3 ആങ്ങളമാരുടെയും മുൻപിൽ വെച്ചാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ബബിതയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ജയന്തിയുടെ മുഖം വീണ്ടും കോപം കൊണ്ട് മുറുകി. ജയന്തി പരമാവധി ശബ്ദം ഉയർത്തി ചോദിക്കുകയാണ്, നേരാണോ ശിവേട്ട ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? അത്രയും ചോദിക്കുമ്പോഴേക്കും വീണ്ടും മൂക്കിൽ കൂടി ചോര ഒഴുകുകയാണ്. ബബിത പിന്നെയും പഞ്ഞി കൊണ്ടൊപ്പാൻ തുടങ്ങി. അപ്പോൾ ശിവൻ, അതെ, ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ പിന്നെയും ബബിത പറയുകയാണ്, അതെ, അതുമാത്രമല്ല, ഈ 3 അമ്മാവന്മാരും കൂടി ചേർന്നിട്ട് അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഞങ്ങളെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് കിടന്ന കിടപ്പിൽ വൈജയന്തി ആകെ അന്താളിച്ചു പോയി. എന്താ ഗംഗേട്ട ഇതിൻ്റെയൊക്കെ അർത്ഥം? എൻ്റെ മക്കൾ എന്തിനാണ് വേലക്കാരിയായിട്ട് വന്നവളെ കുടുംബാംഗമായിട്ടും ചേച്ചിയായിട്ടും കരുതേണ്ടത്? ബാലേട്ടൻ എന്തിനാണ് അവളെ ദത്തെടുത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തത്? എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഗംഗാധര മേനോൻ, ജയന്തി, നീ സമാധാനമായിട്ട് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഇത് പറഞ്ഞിട്ട് അയാൾ സഹോദരന്മാരുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്ന് വെച്ചാൽ ഇതിനു മുൻപ് തന്നെ ജയന്തിയോട് പറയുവാൻ സംയുക്തമായി അവരൊരു കഥ മെനഞ്ഞെടുത്തിരുന്നു. അത് പറയട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി അനുവാദം നൽകി. ഗംഗാധര മേനോൻ തുടങ്ങുകയാണ് കഥ പറയാൻ. ജയന്തി, ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ബാലചന്ദ്രന് വളരെ അടുത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ബാലചന്ദ്രനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അയാൾ കാരണമാണ് ബാലചന്ദ്രന് കൂടുതൽ മെച്ചപ്പെട്ട ജോലിയും വലിയ സാമ്പത്തിക നന്മയും ഒക്കെ ലഭിച്ചത്. ആദ്യകാലത്ത് ബാലചന്ദ്രൻ അയാളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ ഗൾഫിൽ ഒരു ആക്സിഡൻറ്റിൽ പൊടുന്നനെ മരിച്ചു. പിന്നീട് അയാളുടെ ഭാര്യ കൈക്കുഞ്ഞിനെയും കൊണ്ട് കേരളത്തിലേക്ക് ആ സമയത്ത് തിരികെ പോരേണ്ടി വന്നു. പിന്നീട് അവരെപ്പറ്റി ഒരറിവും ബാലചന്ദ്രനില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ്, അതായത് ഒരു 3 മാസം മുൻപ്, ബാലചന്ദ്രൻ തിരിച്ചറിയുകയാണ് അലീന എന്ന പെൺകുട്ടി മരിച്ചുപോയ തൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകളാണെന്ന്. അതെങ്ങനെ? അലീന അനാഥയല്ലേ? മാതാപിതാക്കൾ ആരെന്ന് പോലും അറിയാതെ അനാഥാലയത്തിൽ വളർന്നവൾ. ഗംഗേട്ടൻ എന്തൊക്കെയാണ് ഈ പറയാൻ ശ്രമിക്കുന്നത്? ജയന്തി, ഞാൻ പൂർണ്ണമായി പറയുന്നതുവരെ നീ സംസാരിക്കരുത്, കേൾക്ക്. ബാലചന്ദ്രന്റെ സുഹൃത്തിന്റെ ഭാര്യ കേരളത്തിൽ തിരിച്ചെത്തി. തുടർന്ന് 1 വർഷത്തിനുള്ളിൽ അവരും മരിച്ചു. അവർക്ക് ക്യാൻസറോ മറ്റോ ആയിരുന്നു എന്നാണ് പറയുന്നത്. അലീനയ്ക്ക് അന്ന് 2ഓ 3ഓ വയസ്സേ ഉള്ളൂ. അവളെ ഏറ്റെടുക്കുവാൻ ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഓർഫനേജിൽ എത്തിച്ചേർന്നത്. മാതാപിതാക്കളെ കണ്ട ഓർമ്മ അവൾക്കില്ല. അവർ മരിച്ചുപോയി എന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ജയന്തി വീണ്ടും ചോദിക്കുകയാണ്, എന്നിട്ട് ബാലേട്ടൻ എങ്ങനെയാണ് അവളെ തിരിച്ചറിഞ്ഞത്? അതിനുള്ള സാധ്യതയില്ലല്ലോ. അത് അവർ തമ്മിൽ ഒരു ദിവസം സംസാരിച്ചു വന്നപ്പോൾ അലീനയുടെ നാവിൽ നിന്നും അവളുടെ അച്ഛനമ്മമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ബാലചന്ദ്രൻ അറിയുവാനിടയായി. ഓർഫനേജ് നടത്തിയിരുന്ന സ്ത്രീയാണ് അവളോട് ഈ കഥകളൊക്കെ പറഞ്ഞിരുന്നത്. അവളുടെ അച്ഛനമ്മമാരുടെ പേര് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ബാലന് മനസ്സിലായി അലീന തൻ്റെ ആത്മസ്നേഹിതന്റെ മകളാണെന്ന്. ഇത്രയും കേട്ടപ്പോഴേക്കും ജയന്തി നിഷേധാർത്ഥത്തിൽ തലയാട്ടുകയാണ്. ഒരിക്കലുമില്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇങ്ങനത്തെ കള്ളക്കഥകൾ കൊണ്ടൊന്നും എൻ്റെ കണ്ണു മൂടിക്കെട്ടാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അല്ല, ഈ കഥ സത്യമായിരുന്നുവെങ്കിൽ ബാലേട്ടൻ എന്തുകൊണ്ടാണ് ഇതൊന്നും ഞങ്ങളോട് പറയാതെ ഇത്രയും കാലം മറച്ചുവെച്ചത്? ബാലേട്ടൻ്റെ സുഹൃത്തിൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്, അവളെ ഹിംസിക്കുവോ? നിന്നോടവൻ പറയുമായിരുന്നു. പക്ഷേ ആ ഇടയ്ക്കാണ് കാർഡിയാക് അറസ്റ്റ് വന്ന് അവൻ ഹോസ്പിറ്റലിലായത്. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയപ്പോൾ അലീന അവൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തു. അതോടെ നിങ്ങൾ തമ്മിൽ കലഹവും തുടങ്ങി. എങ്കിൽ പിന്നെ ഒന്നും പറയുന്നില്ല എന്ന് ബാലചന്ദ്രനും തീരുമാനിച്ചു. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അലീനയ്ക്ക് ഞങ്ങളോടത് പറയാമായിരുന്നില്ലേ? നീ ചോദിച്ചില്ല. ചോദിക്കാതെ ആരെങ്കിലും അവരുടെ ഈ കഥകളൊക്കെ പറയുമോ? ഞങ്ങൾ ബാലചന്ദ്രനോട് വളരെ വിശദമായി സംസാരിച്ചു. പണ്ട് തന്നെ വളരെയധികം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് അവൻ അവളെ കൈവിടുവാൻ മനസ്സില്ല. അത്രയ്ക്കൊരു കടപ്പാടുണ്ടെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അത് കാരണം അവൻ അവളോട് സ്വന്തം മോൾ എന്ന പോലെ ഒരു സ്നേഹവും വാത്സല്യവുമുണ്ട്. അത് വെച്ചിട്ടാണ് അവൻ ഈ കുട്ടികളോട് പറഞ്ഞത് സ്വന്തം മോളോടെന്ന പോലെ കാണണമെന്നും അംഗീകരിക്കണമെന്നുമൊക്കെ. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ഗംഗാധര മേനോൻ ശിവശങ്കരൻ്റെയും രാജീവിൻ്റെയും മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. പറഞ്ഞതിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ എന്നറിയുവാൻ. ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. കഥാകഥനം ബഹുജോറായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കണ്ണുകളിൽ നിന്നും അദ്ദേഹം വായിക്കുന്നുണ്ട്. കഥകളെല്ലാം കേട്ടതിന് ശേഷം ജയന്തി വീണ്ടും പ്രതികരിക്കുകയാണ്. എനിക്കവൾ കൂട്ടുകാരൻ്റെ മകളായാലും വേണ്ടിയില്ല, കൂട്ടുകാരിയുടെ മകളായാലും വേണ്ടിയില്ല. ഇനി ബാലേട്ടൻ്റെ തന്നെ മകളായാലും എൻ്റെ ആരുമല്ലാത്തവൾ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. അവൾ അവിടെ ഉണ്ടെങ്കിൽ ബാലേട്ടന് വൈജയന്തി എന്നൊരു ഭാര്യ ഉണ്ടാവില്ല. ഇത് കേട്ടിട്ട് ശിവശങ്കരൻ ചോദിക്കുകയാണ്, ജയന്തി, ഇപ്പോൾ നിനക്കല്ലേ ദുർവാശി?
ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നിനക്ക് മാത്രം എന്താണ് മനസ്സിലാകാത്തത്? മരിച്ചുപോയ സുഹൃത്തിന്റെ അനാഥയായ കുട്ടിയെ സ്വന്തം മകളെപ്പോലെ കരുതുന്നത് തെറ്റാണ് എന്ന് പറയുവാൻ ഞങ്ങളെ കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ശിവേട്ട, ആരുടെ മോൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ബാലേട്ടന് അവളെ ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കാമല്ലോ, മറ്റെവിടെയെങ്കിലും ജോലി സംഘടിപ്പിച്ചു കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ അവളുടെ കല്യാണം നടത്തിക്കൊടുത്ത് കടമ തീർക്കരുതോ? ഒന്നിനും ഞാൻ എതിരല്ല. അവൾ എൻ്റെ വീട്ടിലുണ്ടാവരുത്, എൻ്റെ കൺമുൻപിൽ അവളെ കാണുകയും ചെയ്യരുത്. ജയന്തി ഇത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും രാജീവ് മേനോൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് അവളോട് ഇത്ര വൈരാഗ്യം? അവൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാലേട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയത്. അവൾ വന്നതിന് ശേഷമാണ് ബാലേട്ടൻ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്, വീട്ടിൽ കലഹം ആരംഭിച്ചത്. ഗംഗാധരൻ അറിയുമോ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ അന്ന് ബാലേട്ടൻ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് കിടപ്പ് മാറ്റി. മുകളിലത്തെ ബെഡ്റൂം ബാലേട്ടൻ എടുത്തു. അതിനുശേഷം എന്നെ വേണ്ട. എന്ത് കാര്യത്തിനും അലീന. മരുന്ന് കൊടുക്കുവാൻ, വെള്ളം കൊടുക്കുവാൻ, താങ്ങിപ്പിടിച്ച് നടത്തുവാൻ, കഞ്ഞി സ്പൂണിൽ കോരി വായിൽ വെച്ച് കൊടുക്കുവാൻ, സകലത്തിനും അവളെ മാത്രം മതി. സമാധാനവും സന്തോഷവും അവൾ ഉള്ളപ്പോഴാണത്രേ അദ്ദേഹത്തിന് കിട്ടുന്നത്. ജയന്തി, നീ തെറ്റിദ്ധരിക്കുകയാണ്. ഒന്നും വേണ്ട ശിവേട്ട. ഇപ്പോൾ ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൻ്റെ കാരണം അവൾ ഒറ്റയൊരുത്തിയ. അത് മാത്രം ഓർത്താൽ മതി, എൻ്റെ വൈരാഗ്യം ഈ ജന്മത്ത് തീരില്ല. ജയന്തിയുടെ മൂക്കിൽ നിന്നും വീണ്ടും ചോരച്ചാലുകൾ ഒഴുകുവാൻ തുടങ്ങി. ബബിത അതൊക്കെ നിശബ്ദമായി ഒപ്പിയെടുക്കുകയാണ്. വീണ്ടും ആ മുറിയിൽ അല്പനിമിഷത്തെ നിശബ്ദത തളം കെട്ടി. ഒടുവിൽ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ശിവശങ്കര മേനോൻ പറയുകയാണ്, ബാലചന്ദ്രൻ ഞങ്ങളോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിന്റെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ ഞങ്ങൾ പേ ചെയ്യണമെന്ന്. അതെന്തിനാണ്? അതെ, ആങ്ങളമാര് നോക്കുമെന്നും പറഞ്ഞാണത്രേ നീ വീട് വിട്ട് ഇറങ്ങിപ്പോന്നത്. ഉപേക്ഷിച്ചു പോയ ഭാര്യയുടെ ഹോസ്പിറ്റൽ ബില്ല് താൻ തന്നെ പേ ചെയ്യുന്നതിൽ ഒരപാകതയുണ്ടെന്നാണ് അവൻ്റെ അഭിപ്രായം. നീ ഹോസ്പിറ്റൽ വിട്ടാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലാതെ നേരെ ഫാമിലി കോർട്ടിൽ ചെന്ന് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അവനെന്തിനാണ് പിന്നെ നിന്നെ സംരക്ഷിക്കുകയും നിന്റെ ബില്ല് പേ ചെയ്യുകയും ചെയ്യുക? ഇതാണ് ബാലചന്ദ്രൻ്റെ ചോദ്യം. ഓഹോ, അത്ര വരെ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ? ശരി, നിങ്ങൾ ആരും വിഷമിക്കണ്ട. തുക എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. നീ കൊടുക്കാമെന്നോ? നീ എവിടുന്ന് കൊടുക്കാനാ? ഞങ്ങൾ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ ബില്ല് കൊടുക്കുന്നത്? നിങ്ങൾക്കെന്താ എന്നോട് കടപ്പാട്? ഒന്നുമില്ല. അല്ലെങ്കിലും അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ആങ്ങളമാരുടെ ആയാലും സൗജന്യങ്ങളൊന്നും സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗംഗാധര മേനോൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, ജയന്തി, നിന്റെ കയ്യിൽ അതിന് പണമുണ്ടോ? ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ശമ്പളം ബാങ്കിൽ കിടപ്പുണ്ട്. നീ അത് ബാലചന്ദ്രനെ ഏൽപ്പിക്കാറില്ലേ? എന്തിന്? അത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ 10-22 വർഷങ്ങളായിട്ട് ഞാൻ ബാലേട്ടൻ്റെ കയ്യിൽ നിന്ന് 10 പൈസയുടെ ഒരു ഔദാര്യം ഇരന്നു വാങ്ങിയിട്ടില്ല. എൻ്റെ സാരികൾ, ചുരിദാറുകൾ, കോസ്മെറ്റിക്സ്, ഓർണമെൻറ്റ്സ്, എന്തിന് എൻ്റെ കാറ് പോലും എൻ്റെ പണം കൊടുത്താണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ബാങ്ക് ഡിപ്പോസിറ്റുമുണ്ട്. ഇത്രയും കേട്ടപ്പോഴേക്കും ഗംഗാധരനും ശിവശങ്കരനും കണ്ണിൽ അർത്ഥഗർഭമായി ഒരു ഞെട്ടലോടുകൂടി നോക്കുകയാണ്. തുടർന്ന് രാജീവ് മേനോൻ പറയുകയാണ്, ജയന്തി, ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. നീ നന്നായി ആലോചിച്ചിട്ട് മാത്രമേ എന്ത് തീരുമാനവും എടുക്കാവൂ. വൈജയന്തി വല്ലാതെ ക്ഷീണിതയായിട്ടുണ്ട്. പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ബെഡിന്റെ ഉയർന്നിരുന്ന ഭാഗം രാജീവ് മേനോൻ മെല്ലെ താഴ്ത്തി കൊടുത്തു. വൈജയന്തി അങ്ങനെ കണ്ണുകളടച്ച് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടി ഗംഗാധര മേനോനും സഹോദരന്മാരും ജയന്തിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് ഗംഗാധര മേനോൻ നീലഗിരിയിലേക്കും രാത്രി ഫ്ലൈറ്റിൽ രാജീവ് മേനോൻ സിംഗപ്പൂരിലേക്കും പോയി. ശിവശങ്കര മേനോൻ പിറ്റേന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ ഗൾഫിലേക്കും യാത്രയായി. തുടർന്ന് കാണുന്ന കാഴ്ച അലീന ബാലചന്ദ്ര മേനോന് ഊണ് വിളമ്പുന്നതാണ്. ബാലചന്ദ്ര മേനോൻ കൈ കഴുകി ഊണുമേശക്കരികെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഊണ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. കഴിക്കുന്നില്ലേ? കഴിച്ചോളാം. എന്നാ കഴിക്ക്, നമുക്ക് ഒരുമിച്ചിരിക്കാം. നിനക്കൂടി വിളമ്പിക്കൂ. അലീന ഒന്ന് മടിച്ചു. എന്താ പ്രശ്നം? ആരെങ്കിലും വന്ന് കണ്ടാൽ ഞാൻ അമിത സ്വാതന്ത്ര്യം കാട്ടുന്നു എന്നേ കരുതുകയുള്ളൂ. അതൊന്നും നീ നോക്കണ്ട. നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് അമിത സ്വാതന്ത്ര്യമാകുമെന്ന്? അല്ല, ഞാൻ ഈ വീട്ടിൽ വേലക്കാരിയായിട്ടല്ലേ വന്നത്. അങ്ങനെയാണോ നീ ഈ വീട്ടിലേക്ക് എത്തിയത്? ജയന്തി നിന്റെ അമ്മ ആയതുകൊണ്ടല്ലേ നീ ഇവിടേക്ക് വന്നത്? പക്ഷേ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വെളിപ്പെടുത്തരുതെന്ന്. വേലക്കാരിക്കുള്ളതിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുതെന്നും പറഞ്ഞു. ഒരു ചില്ലുഭിത്തിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് നോക്കുന്നത് പോലെ എല്ലാവരെയും കാണാവൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ പലപ്പോഴും അത് മറന്നിട്ടുണ്ട്. ആ ചില്ലുഭിത്തി ഇപ്പോൾ പൊട്ടിച്ച് പുറത്തേക്ക് വരുവാൻ വേണ്ടിയാണ് ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മകളുടെ പദവിയിലേക്ക് ഞാൻ നിന്നെ ഉയർത്തിയത്. ഒരു വേലക്കാരിയെപ്പോലെ തല കുനിച്ചു ഒഴിഞ്ഞു മാറാതെ ആരുടെ മുൻപിൽ നിവർന്നു നിൽക്കുവാനും ഇരിക്കുവാനും എവിടെ വേണമെങ്കിലും കയറി ചെല്ലുവാനും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുവാനും വേണ്ടിയാണ് നീ ഈ കുടുംബത്തിലെ അംഗമാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചതും അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചതും. അങ്ങനെയുള്ളപ്പോൾ ഇനി നീ പിന്നിലേക്ക് പോകുന്നത് ഞാൻ തന്ന സ്ഥാനത്തെ അവഹേളിക്കലാണ്. ബാലചന്ദ്രന്റെ ഈ വാക്കുകൾക്ക് തിരിച്ചു മറുപടി പറയുവാൻ കഴിയാതെ അലീന കുഴങ്ങി.
അവൾ ഇരിക്കുവാനുള്ള കസേര നീക്കിയപ്പോൾ ബാലചന്ദ്രമേനോൻ അത് തൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി ചേർത്തിട്ടു. അലീന പ്ലേറ്റ് എടുത്തു വെച്ച് അവൾക്ക് വേണ്ടി ഊണ് വിളമ്പി. അവളുടെ പ്ലേറ്റിലേക്ക് കറികൾ വിളമ്പുവാൻ ബാലചന്ദ്രനും ഒരുമിച്ച് കൂടുന്നുണ്ട്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, രോഹിത്തും ബബിതയും ഭക്ഷണം കഴിച്ചിട്ടാണോ രാവിലെ സ്കൂളിൽ പോയത്? ബബിത കഴിച്ചില്ല, ചോറും കൊണ്ടുപോയില്ല. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ബഹിഷ്കരിക്കുകയായിരിക്കും, അതായിരിക്കും അവരുടെ തീരുമാനം. അച്ഛൻ അവരോട് ദേഷ്യപ്പെടല്ലേ, മയത്തിൽ സംസാരിക്കണം. അച്ഛൻ അവരോട് കൂടുതൽ സമയം വർത്തമാനം പറയുകയും വേണം. അവർക്ക് അച്ഛനോട് പല കാര്യത്തിലും എതിർപ്പുണ്ട്. സംസാരിച്ച് മെല്ലെ അതൊക്കെ മാറ്റിയെടുക്കണം. എനിക്ക് കൂടുതൽ ക്ഷമ വേണം എന്നാണ് നീ പറയുന്നത്, അതല്ലേ ശരി? ഞാനത് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. നീയാണ് എൻ്റെ ഗുരു. ഇടയ്ക്കിടയ്ക്ക് നിന്റെ സ്റ്റഡി ക്ലാസ് എനിക്ക് ആവശ്യമായി വരും. ഇത് പറഞ്ഞ് ബാലചന്ദ്രൻ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അച്ഛന് നല്ല ക്ഷമയുണ്ടായിരുന്നു. അതിനൊരു തലമുടി നാരിൻ്റെ ബലമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൊട്ടിപ്പോയി. പൊട്ടിയ രണ്ടറ്റവും ഇപ്പോൾ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ബലത്തിലാണ് ഇന്ന് ഈ കുടുംബം തകരാതെ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. ബാലചന്ദ്രമേനോൻ സംസാരിക്കുന്നതിനിടയിൽ ഗോവർദ്ധൻ്റെ ഫോൺ തനിക്ക് വരുന്നുണ്ട്. പോക്കറ്റിൽ നിന്നും ബാലചന്ദ്രൻ മൊബൈൽ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഹോസ്പിറ്റലിൽ സുലോചനയോ സുനന്ദ ചേച്ചിയോ വൈജയന്തിക്ക് തുണയായി രാത്രിയിൽ നിൽക്കണോ എന്ന് ചോദിക്കുവാൻ വേണ്ടിയാണ് ഗോവർദ്ധൻ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം കൂടി സുലോചന അവിടെ നിൽക്കട്ടെ, നാളെ മുതൽ പകരം സംവിധാനമുണ്ടാക്കാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീന അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ആശുപത്രിയിൽ ഇപ്പോൾ ആരാണുള്ളത്? സുനന്ദ ചേച്ചിയുടെ മകളുണ്ട്. നാളെ ഒരു ഹോം നേഴ്സ് വരും. അലീന പ്ലേറ്റിലേക്ക് നോക്കി ഏതാനും നിമിഷം ചിന്താധീനയായിരിക്കുകയാണ്. പിന്നെ മെല്ലെ മുഖമുയർത്തിയിട്ട്, അതെ, ഞാൻ പോയി നിന്നാലോ അച്ഛാ? ഞാൻ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. നിന്റെ ശത്രുവല്ലേ, നിന്നെ വെറുക്കുന്നവൾ, നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവൾ. എന്നാലും എനിക്കറിയാലോ എൻ്റെ അമ്മയാണെന്ന്. ഞാൻ അമ്മയുടെ മോളാണെന്ന് അറിയാഞ്ഞിട്ടല്ലേ എന്നോട് ഇത്രയും വൈരാഗ്യം അമ്മ വെച്ചു പുലർത്തുന്നത്? അതൊന്നും വേണ്ട, ശരിയാവില്ല. നീ അവളെ ശുശ്രൂഷിക്കുവാൻ നിന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൾ പതിയെ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാനാരാണ്? തോറ്റു തുന്നം പാടിയവൻ, തകർന്ന് തരിപ്പണമായവൻ. നീ എൻ്റെ എതിരാളിയുടെ സ്നേഹം സ്വീകരിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നീ എൻ്റെ ശത്രുവിൻ്റെ പാളയത്തിൽ ചെന്ന് സന്ധി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ യുദ്ധം തോൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും അലീന അന്തം വിട്ട് തൻ്റെ മുഖത്തേക്ക് പകച്ചു നോക്കിയിരുന്നു പോയി. താൻ മുൻപോട്ട് വെച്ച അപേക്ഷയ്ക്ക് ഇത്ര വലിയ അർത്ഥങ്ങളുണ്ടെന്ന് അവൾ ഊഹിച്ചതേയില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അതെ, നീ നിന്റെ അമ്മയുടെ സ്നേഹം കൊതിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാം, ഞാൻ തടയില്ല. പക്ഷേ നിനക്ക് എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അലീന അത് കേട്ട് പകച്ചുപോയി. തുടർന്ന് ഒരു നിഷേധ രൂപേണ അലീന തലയാട്ടുന്നുണ്ട്. വേണ്ട, എനിക്ക് പോകണ്ട. ഞാൻ അമ്മയുടെ മോളാണ് എന്നറിഞ്ഞിട്ട് അമ്മ തരുവാൻ പോകുന്ന സ്നേഹത്തെക്കാളും എനിക്ക് വലുത് അച്ഛൻ്റെ മോളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ എനിക്ക് തരുന്ന സ്നേഹമാണ്. അത്രയും വിലയില്ല വേറൊന്നിനും. പറഞ്ഞു തീരുമ്പോഴേക്കും അലീനയുടെ ഖണ്ഡമിടറി. ബാലചന്ദ്രമേനോൻ്റെ മനസ്സ് നിറഞ്ഞു. ഇനിയൊന്നും വേണ്ട അയാൾക്ക്. ആ വാക്കുകളിൽ തുളുമ്പി നിന്ന ആത്മാർത്ഥത മാത്രം മതി അയാൾക്ക്. തുടർന്ന് ഒരു നല്ല ചിരിയോടുകൂടി ചോറും കറിയും കുഴച്ചുരുളയുരുട്ടി അയാൾ അവളുടെ വായിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. അലീന വളരെ വിസ്മയത്തോടുകൂടി ബാലചന്ദ്രനെ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഒരമ്മയുടെ സ്നേഹം ബ്രിജിത്ത മമ്മി നിനക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ ഒരച്ഛൻ്റെ വാത്സല്യം നിനക്ക് ഒരിടത്തു നിന്നും കിട്ടാൻ വഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് വാങ്ങിച്ചോ. എന്തിനാ നാണിക്കുന്നേ? നീ എൻ്റെ പിഞ്ചു പൈതലല്ലേ. ഇത് കേട്ടുകൊണ്ട് അവൾ വായി തുറന്നു ആ ചോറ് ഏറ്റുവാങ്ങി. എന്നിട്ട് അല്പനിമിഷം അതങ്ങനെ തന്നെ വായിൽ വെച്ചുകൊണ്ട് അലീന അനങ്ങാതിരിക്കുകയാണ്. തുടർന്ന് മെല്ലെ ചവച്ചു തുടങ്ങിയപ്പോഴേക്കും 2 കവിളിലും നീർത്തുള്ളികൾ ഇറ്റുവീണു. അവ ആനന്ദാശ്രുക്കളാണെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുകയാണ്. മഴത്തോരു മുമ്പേ സീരിയൽ അടിപൊളിയാണ്. ആ സീരിയലിൽ വരാൻ പോകുന്ന ഭാഗങ്ങൾ അത് മുന്നമേ കൂട്ടി തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ മടിക്കണ്ട. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.